ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കട്ടപ്പന വില്ലേജ് ഓഫീസിന് അഭിനന്ദന പ്രവാഹം. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറെയും മറ്റ് ജീവനക്കാരെയും ആദരിച്ചു. വാർത്ത കാണാം. 2001 സെപ്റ്റംബർ 29 MLA റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന KM മാണി കട്ടപ്പന വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചത്. ആദ്യകാലങ്ങളിൽ ഇവിടെ എത്തുന്നവർ തങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നതിനായി ദിവസങ്ങൾ ഓഫീസിൽ കയറിയിറങ്ങിയിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പിന്നീട് വന്ന വില്ലേജ് ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും ശ്രമഫലമായി ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതായി. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസർ JLPCയുടെയും സഹപ്രവർത്തകരുടെയും ശ്രമഫലമായാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് കട്ടപ്പന ഓഫീസ് അർഹത നേടിയത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഓഫീസിലെത്തി എല്ലാ ജീവനക്കാർക്കും പുരസ്കാരം നൽകി ആദരിച്ചു. ഞങ്ങളെല്ലാം വില്ലേജ് അസിസ്റ്റന്റ് പ്രിയപ്പെട്ട അനന്തകൃഷ്ണൻ സാർ, ഓഫീസേഴ്സിനായിട്ടുള്ള പ്രിയപ്പെട്ട ആശാ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന JNPCയും ജീവനക്കാരും കട്ടപ്പനയുടെ അഭിമാനമാണെന്ന് FOK പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, രക്ഷാധികാരികളായ KV വിശ്വനാഥൻ, ഷാജി നെല്ലിപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ട കട്ടപ്പന വില്ലേജ് ഓഫീസിന്റെ വില്ലേജ് ഓഫീസർ ജയൻ സാർ, മറ്റ് ജീവനക്കാർ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, നമുക്ക് കട്ടപ്പനയ്ക്ക് ഏറെ അഭിമാനമായിട്ട് കട്ടപ്പന വില്ലേജ് ഓഫീസ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം, സാധാരണക്കാരും നമ്മളും എല്ലാം എന്നും ബന്ധപ്പെടേണ്ട ഒരു ഓഫീസാണ് വില്ലേജ് ഓഫീസ്. സർട്ടിഫിക്കറ്റിനായും നമ്മുടെ വസ്തു സംബന്ധമായും ഒക്കെ സാധാരണക്കാർ കയറി ഇറങ്ങുമ്പോൾ അത് ഒരു ഫയലുകൾ അടുക്കി വച്ചേക്കുന്ന ഒരു ഓഫീസായി മാറാതെ ജനപക്ഷത്ത് നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യവും സുതാര്യവും സമയബന്ധിതവുമായിട്ട് പൂർത്തീകരിച്ച് വരുന്നവരെ സ്നേഹത്തോടെ തൻ്റേതായ കാര്യങ്ങളാണെന്ന് ഉള്ള മട്ടിൽ ഈ ജോലി ചെയ്യുന്ന ഒരുപറ്റം ജോലിക്കാരും വില്ലേജ് ഓഫീസറും നമുക്ക് അഭിമാനമാണ്. ഏറെ അഭിമാനം. ഇത് കട്ടപ്പനക്കാരൻ തന്നെയാണ് ഇതിൻ്റെ വില്ലേജ് ഓഫീസർ, പ്രിയ സുഹൃത്ത് ജയൻ സാറ്. അതോടൊപ്പം ഇതിലെ ജീവനക്കാർ പലരും ഏറെ അടുപ്പമുള്ളവരാണ്, കട്ടപ്പനക്കാരാണെന്നത് ഏറെ അഭിമാനമുണ്ട്. ഈ നിമിഷത്തിൽ ഈ ആദരവ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ മാത്രമല്ല, ഈ കട്ടപ്പന സമൂഹത്തിൻ്റെ, ഈ നാടിൻ്റെ ഒരു ആദരവായി കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും കാരണം എനിക്ക് തോന്നുന്നു ദിവസേന നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും ആധാര സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയായി നിരവധിയായിട്ടുള്ള ആളുകൾ ഒരു ഓഫീസിലേക്ക് വരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി നമുക്ക് ഇവിടുന്ന് നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരത്തിലൊരു മികച്ച വില്ലേജ് ഓഫീസായി നമ്മുടെ കട്ടപ്പന വില്ലേജ് ഓഫീസിനെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും സാറും ടീമും നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലൊരു അംഗീകാരം തേടിയെത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് ഏറെയധികം അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ് ഇത്. ഇപ്പോൾ ഏതായാലും ഇനിയിപ്പം കൂടുതൽ തിരക്കുകളിലേക്ക് ഇലക്ഷൻ വരുന്നു, കൂടുതൽ നിങ്ങൾ തിരക്കേറിയ ജോലികളിലേക്കൊക്കെ പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെ ഒന്ന് ആദരിക്കാനും അനുമോദിക്കാനും കിട്ടിയ അവസരത്തിൽ അധിക സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഈ 10 മണിക്ക് തുടങ്ങി 5 മണിക്ക് തുടങ്ങേണ്ടത് രാത്രി 9 മണി വരെ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അദ്ദേഹത്തെയും, അതാണ് ഇതിൻ്റെ ഒരു എഫർട്ട്, അതാണ് ഇതിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു അടിസ്ഥാന വശം എന്ന് പറയുന്നത്. അത്രയും സമയം ഓവർടൈം ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഈ ഒരു ടീമിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നന്ദി. എന്ന് നമ്മളെ പഠിപ്പിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്രയും ഭംഗിയായി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥത കാണിച്ച മുഴുവൻ ജീവനക്കാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ പ്രവർത്തനങ്ങൾ നാടിന് അഭിമാനമാണെന്ന് വില്ലേജ് ഓഫീസർ JNPC പറഞ്ഞു. നമ്മുടെ ഒരു വിജയമാണ് ശരിക്കും. ഈ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയെ പറ്റിയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ
നമുക്ക് 2018 പ്രളയം. ആ സമയത്ത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഗവൺമെൻറ് ജീവനക്കാർ എന്ന നിലയിൽ ചെയ്യാവുന്ന വർക്ക് വളരെ കുറവാണ്. ആ സമയത്ത് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു സർവീസ് സംഘടന എന്ന നിലയിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച് ആ ഒരു പ്രവർത്തനം നമ്മൾ കണ്ട ആ കണ്ടിജൻസി അത് കട്ടപ്പനയെ ബാധിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എന്നാണ് പേര്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സായ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഇതിന് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും, കാരണം ഇത് വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടുകാരുടെയാണ്. അപ്പോൾ ഈ വില്ലേജ് നന്നാകണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു പ്രയത്നം വേണം. അതിനെപ്പോഴും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഞങ്ങൾക്ക് ഈ തന്ന ആദരവിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരിപാടികൾക്ക് ട്രഷറർ ബിജോയ് ചെറുലയ്യ, ജോസൻ കെ ജോസ്, സൈജോ ഫിലിപ്പ്, സജിദാസ് മോഹൻ, പ്രിൻസ് മെറ്റപ്പള്ളി, സന്തോഷ് കൂടക്കാട്ട്, അനീഷ് നന്ദൻ, പി വി ശ്രീനി, റിനു മാത്യു, അഭിജിത്ത് ആന്റണി, റോയി ജോർജ്, ഷനിൽ ES, ശ്രീജിത്ത് മോഹൻ, സജി ജോൺ, ശ്രീകാന്ത് KV, രാഹുൽ, സൗമ്യ നിരമയ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്